അടയ്ക്ക ഉണ്ടായി. ഇതിന് മരുന്നടിക്കാൻ കുറച്ച് ലേറ്റായി പോയത് കൊണ്ട് ഈ അടിയിലത്തെ കൊലകൾ മാത്രമേ അടയ്ക്കാനുള്ളൂ. ബാക്കി മുകളിലത്തെ കൊലയുടെ എല്ലാം അടയ്ക്ക വീണുപോയി. ഫസ്റ്റ് ഇയറാണ് ഇത്. നല്ലപോലെ പിടിച്ചതായിരുന്നു. 6 കൊല 7 കൊല വരെ ഉണ്ടായി ആ കവുങ്ങിൽ ഫസ്റ്റ് ഇയറിൽ. ഇത് ഇൻട്രസ്റ്റ് മംഗള കവുങ്ങാണ്. ഇതാണ് പുതിയതായിട്ട് വെച്ചതാണ്. ഞങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ തന്നെ ഒരു 3-ാം വർഷമാണ്. ഫസ്റ്റ് ഇയർ അടയ്ക്കാനായതാണ്. ഒത്തിരി അടയ്ക്ക വീണുപോയി മഴ കുറച്ച് കൂടിയിട്ട്. ഇതാണ് അടയ്ക്ക. അടുത്ത വർഷം നല്ല ലാഭം. കവുങ്ങിന് പിന്നെ ചാണകപ്പൊടി ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ സാറ്റൻ പോസ്റ്റ് ഇട്ടിട്ട് ചപ്പും ചവറുമൊക്കെ ഇട്ടിട്ട് മൂടിയിരിക്കുകയാണ്. അടുത്ത വർഷം നല്ല അടയ്ക്കാനാവും. ഇതാണ് ഇവിടുത്തെ. കുറച്ച് കവുങ്ങേ ഉള്ളൂ, ഒരു 10-60 കവുങ്ങേ ഉള്ളൂ. ചെറിയ സൈറ്റല്ലേ. ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു തണുപ്പിന് വേണ്ടി വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ അത് കാര്യമായി. കൃഷി കുറച്ച് നല്ലതാകുമ്പോൾ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുണ്ട് ഇപ്പോൾ. ഇത് കവുങ്ങിന് ഈ സൈഡിൽ നിന്ന് വെയിലടിക്കുന്നതാണ്. അപ്പോൾ ഈ വെയിലടിക്കുന്ന കവുങ്ങിന് നമ്മളിവിടെ ഒരു കുരുമുളകിൻ്റെ വള്ളി നട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഈ സൈഡ് കൊടുക്കും. ഇങ്ങനെ കട്ടയ്ക്ക് ഇങ്ങനെ പോയി കഴിയുമ്പോൾ കവുങ്ങിന് വെയിലടിക്കുകയില്ല. അതിന് കുരുമുളകിൻ്റെ വള്ളിക്ക് ആദ്യമേ ഞങ്ങൾ ചാണകം ഇട്ട് കവുങ്ങിനെ മൂടി, അതിനുശേഷം കുറച്ച് പിന്നെ കുമ്മായത്തിൻ്റെ പൊടി ഇട്ട് കുഴി കുഴിച്ചിട്ട് ഇട്ട്, എന്നിട്ട് കുരുമുളകിൻ്റെ തൈ ഇങ്ങെടുത്ത് അതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ നട്ട് കൊടുക്കുന്നു. ഇത് 6 മാസത്തിനുള്ളിൽ മുകളിലേക്ക് എത്തും. മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളതിനെ കട്ട് ചെയ്ത് വിടും. അപ്പോൾ അത് ഏകരങ്ങളായിട്ട് വട്ടം പൊതിഞ്ഞിട്ട് കവുങ്ങിനെ വട്ടം പൊതിയും. പിടിച്ചു. കവുങ്ങിനെ വട്ടം പൊതിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ വെയിലടിക്കുകയില്ല. ഈ സൈഡിൽ നിന്നുള്ള വെയിൽ കവുങ്ങിനും അടിക്കുകയില്ല. പക്ഷേ വെള്ളം ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് വെള്ളം നമ്മൾ വേനയ്ക്ക് നല്ലപോലെ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ സേഫ്റ്റി ആവും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ചാണകപ്പൊടിയാണ്, കണ്ടോ. ചാണകപ്പൊടി ഇട്ട് കുമ്മായപ്പൊടി ഇട്ട് ഇപ്പം നട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇത്. 6 മാസത്തിനുള്ളിൽ തന്നെ പുല്ല് പൊതിഞ്ഞിട്ട് കവുങ്ങിനെ പുല്ല് പൊതിഞ്ഞ് കയറും. ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്നതാണ്. അല്ല, പന്നീർ. ഇതാണ് സംഭവം. ബിംബങ്ങൾ മിന്നും നിൻ കണ്ണിൽ നിന്നും ഇന്നെൻ ചേതോ ദീപം പൊന്നിൻ നാളം ചാട്ടുമ്പോ. ബിംബങ്ങൾ മിന്നും നിൻ കണ്ണിൽ നിന്നും ഇന്നെൻ ചേതോ ദീപം പൊന്നിൻ നാളം ചാട്ടുമ്പോ. മുന്നിൽ പൂക്കുന്നേതോ സ്വപ്നം കാലം പേറുന്നോരോ മോഹം അവയുടെ കയ്യിലെ പരിമളമണിയും തമ്മിൽ ഹൃദയം ഒരു വീണയാ, അതിൽ നിൻമൊഴിയാ. എൻ നെഞ്ചിൻ താളം നിന്നിൽ കേൾക്കുമ്പോൾ, എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ, സുഹൃതവീഥി അലയും വേളയിൽ ഹൃദയം ഒരു വീണയാ, അതിൽ